ആന്തരിക മുറിവുകളുടെ ഒരു പ്രത്യേകത എന്നാന്നോ, ഇതെല്ലാം ഞാൻ പറഞ്ഞു ഒരു കമ്പ്യൂട്ടറിൽ ഫയൽ സ്റ്റോർ ചെയ്ത് കിടക്കുന്ന പോലെ നമ്മൾ കിടക്കുക. ഇതിനെല്ലാം ഓരോ പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ട്. ഇതിനെല്ലാം മനുഷ്യന് വിശക്കുന്ന പോലെ ഒരു സമയം കഴിയുമ്പോൾ ഇതിനെല്ലാം വിശക്കും. ഈ വിശപ്പ് വരുമ്പോഴത്തേക്ക് ഈ ആന്തരിക വേദന പയ്യെ ഉണരാൻ തുടങ്ങും. ഈ പയ്യെ ഇത് ഉണരാൻ തുടങ്ങുമ്പോൾ ഇതിന്റെ ആഹാരം എന്തായിരിക്കും? ഇതിന്റെ അതേ ഫ്രീക്വൻസിയിലുള്ള അനുഭവം വേണം. നമ്മൾ കേട്ടിട്ടില്ലേ, മിസറി ലവ്സ് കമ്പനി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഒരു ദുരവസ്ഥയെ കഴിയുന്ന ഒരാൾക്ക് അതേ ദുരവസ്ഥയെ കഴിയുന്ന ഒരാളുമായിട്ട് ഭയങ്കര കമ്പനി ആയിരിക്കും. കാരണം എന്നാ, ഒരേ ഫ്രീക്വൻസിയിലാണ്. ഇങ്ങനെയുള്ള ആന്തരിക മുറിവുകളുടെ വലിയ ഒരു പരിപാടിയാണ് ഇമോഷണൽ ഡ്രാമ. ഇമോഷണൽ ഡ്രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോക്കൽ ഭാഷ പറഞ്ഞാൽ വെറുതെ സീൻ ഉണ്ടാക്കുക എന്ന് പറയത്തില്ലേ. ഒരു കാര്യമില്ല, വെറുതെ സീൻ ഉണ്ടാക്കുന്ന, ചുമ്മാ ഇരിക്കുന്ന ആളെടുത്ത് ചുമ്മാ കയറി വർത്താനം പറഞ്ഞു കോർത്ത് ചുമ്മാ ഒരു സീൻ ഉണ്ടാക്കിയിട്ട് പോയെന്ന് നമ്മൾ പറയാറില്ലേ. ഇതാണ് ഇമോഷണൽ ഡ്രാമ. ഇതിന് ഇമോഷണൽ ഡ്രാമ ഇഷ്ടം. കാരണം ഇതിന് വിശക്കുക. ഇതിന് വേണ്ടുന്നത് അതേ ഫ്രീക്വൻസിയാണ് ഇതിന് വേണ്ടത്. അപ്പോഴത്തേക്ക് ഇത് പയ്യെ പയ്യെ പൊങ്ങാൻ തുടങ്ങി. അപ്പൊ ഇതെങ്ങനെ ചുമ്മാ ഇത് പൊങ്ങത്തില്ല. ഇതിന് ട്രിഗേഴ്സ് ഉണ്ട്. നമ്മൾ ഈ തോക്കിന്റെ കാഞ്ചി വലിക്കുന്ന പോലെ ട്രിഗേഴ്സ് ഉണ്ട്. ചില വാക്കുകൾ മതി.